എടാ SLC മാത്സിലെ 101 ഷുവർ ക്വസ്റ്റ്യനിലെ പാർട്ട് 5 ആണ് ഇനി നോക്കാം. നോക്കിയിട്ട് 21ാമത്തെ ക്വസ്റ്റ്യൻ ട്രിഗണോമെട്രി ക്വസ്റ്റ്യൻ ആണ്. ABCD ഈസ് എ പാരലോഗ്രാം. BC തന്നിട്ടുണ്ട് 15 സെന്റിമീറ്റർ, ആംഗിൾ B തന്നിട്ടുണ്ട് 45 ഡിഗ്രി, AB എന്ന് പറയുന്ന നീളം 10√2, AM BCക്ക് പെർപെൻഡിക്കുലർ. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അധികമാണ്, ഇത്രയും മതി. ശരി, നോക്കിയടാ, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് AM ആൻഡ് BM. ഒന്ന് നോക്കിയടാ, ഇത് 90 ഡിഗ്രിയാണ്, ഇത് 45 ഡിഗ്രി. സ്വാഭാവികമായിട്ടും ഇത് എന്തായിരിക്കും 45 ഡിഗ്രി ആയിരിക്കും അല്ലേ? 90 45 ബാക്കി എന്തായിരിക്കും 45 ഡിഗ്രി ആയിരിക്കും. നമുക്കറിയാം. ഞാൻ ട്രയാങ്കിൾ എന്ന് മാർക്ക് ചെയ്യാണ്. ട്രയാങ്കിൾ AMB. ട്രയാങ്കിൾ AMB നോക്കുമ്പോൾ അവിടെ നിന്നൊരു കാര്യം മനസ്സിലായി. 3 ആംഗിൾസ് ഏതൊക്കെയാടാ? 45 അല്ലേ? 45 പിന്നെ ഏതാ? 45 90. നമുക്ക് റേഷ്യോ അറിയാം. എന്തായിരുന്നു? 1:1:√2. 1:1:√2. അതിൽ 90ക്ക് ഓപ്പോസിറ്റ് അവർ തന്നിട്ടുണ്ട് എത്രയാണ്? 10√2. ഓക്കെ, 90ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന AB എന്ന സൈഡ് തന്നിട്ടുണ്ട് 10√2 എങ്കിൽ 45ന് 45ന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന സൈഡ്സ് എത്ര വീതം വരും എന്ന് ആലോചിച്ച് നോക്കടാ. ഇവിടെ എങ്ങനെ റേഷ്യോ ചേഞ്ച് ആയി? √2 എന്ന് പറയുന്നത് 10√2 എങ്ങനെ ആയിടാ? *10. ഓക്കെ, *10 ആ ചെയ്ത്. അപ്പോൾ എല്ലാവരെയും നമുക്ക് എന്ത് ചെയ്യാടാ? *10 ചെയ്യാം. എന്ത് കിട്ടും ആൻസർ? ഇവിടെയും 10 വരും, ഇവിടെ എന്ത് കിട്ടൂടാ? 10 വരും. ഓക്കെ, 10 ആണേ. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, റേഷ്യോ നമുക്ക് മനസ്സിലാക്കുക. 45 45 90. അതിൽ 90ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് 10√2. അപ്പോൾ റേഷ്യോ എങ്ങനെയാണ് ചേഞ്ച് ചെയ്ത്? 10 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ ഇവിടെ 10 വരും, ഇവിടെയും 10 വരും. അപ്പോൾ ചോദിച്ചത് AM ഉം BM ഉം അത് തന്നെയല്ലടാ. 45ന് ഓപ്പോസിറ്റ് കിടക്കുന്നവർ രണ്ടുപേര് AM ഉം 10, BM ഉം 10. ഓക്കെ അല്ലടാ? A പാർട്ട് ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. ഇത് നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. B പാർട്ട് ക്വസ്റ്റ്യൻ പറയുന്നത് MC യുടെ നീളം. സിമ്പിൾ ക്വസ്റ്റ്യനുള്ള BC എന്ന് പറയുന്നതിൻ്റെ നീളം 15 സെന്റിമീറ്റർ എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. BMന്റെ നീളം 10 സെന്റിമീറ്റർ എന്ന് ഇപ്പൊ കണ്ടുപിടിച്ചു എങ്കിൽ ബാക്കി വരുന്ന MC എത്ര? ഓക്കെ, ഇതിവിടെ A പാർട്ടാണ് കേട്ടോ. അവിടെ നമുക്ക് AM ഒന്ന് എഴുതാം കേട്ടോ. AM 10, BM 10. ഓക്കെ, B പാർട്ട് ക്വസ്റ്റ്യനിൽ എന്താ MC യുടെ നീളം എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. BC യുടെ നീളം 15. ആ 15ൽ നിന്ന് ഈ 10 കുറച്ച് കളഞ്ഞാൽ ബാക്കി കിട്ടുന്നതായിരിക്കും എന്താണ്? നമ്മുടെ MC. അതായത് 15 മൈനസ് 10 ദാറ്റ് ഈസ് 5 സെന്റിമീറ്റർ ഈസ് ദി ആൻസർ. ഓക്കെ, യൂണിറ്റ് എഴുതിക്കോണേ, യൂണിറ്റിന് മാർക്കുണ്ട്. അടുത്ത അപ്പം AM കഴിഞ്ഞു, BM കഴിഞ്ഞു, MC കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്ക് MC ഒന്ന് മാർക്ക് ചെയ്യാമേ. 5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് AC? അപ്പം AC ഉൾപ്പെടുന്ന ഒരു ട്രയാങ്കിൾ നമുക്കറിയാം, AMC. അവിടെ ആംഗിൾസിനെ പറ്റി ഒന്നും പറയുന്നില്ല, സൈഡ്സ് രണ്ടുപേരെ പറ്റി അറിയാം. ഏതൊക്കെയാ? AM 10 എന്നും ഞാൻ മാറ്റി ഒന്ന് വരികയാണ്. AM എന്ന് പറയുന്നത് 10 എന്നും MC എന്ന് പറയുന്നത് 5 എന്നും അറിയാം. ഇത് 10 എന്നും ഇത് 5 എന്നും അറിയാം. എങ്കിൽ നമുക്ക് AC കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതിയടാ? പൈതഗോറസ് തിയറം അവിടെ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ AC കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? AC കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? AC = ഏതൊക്കെയാടാ? 10² + 5². എത്ര കിട്ടും? √100 + 25 ദാറ്റ് ഈസ് √125. നമുക്ക് അതിന് മാറ്റി എഴുതാം. √125 എന്ന് എഴുതണ്ട, അതിന് മാറ്റി എഴുതാം. പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം എന്ത് വരുടാ? 5√5 എന്ന് വരും. 5√5 സെന്റിമീറ്റർ. എങ്ങനെ മാറ്റി എഴുതാൻ ചോദിച്ചാൽ എന്താണ്? ഇതിന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. √25 × 5 എന്ന് എഴുതാം. 125. 25ന്റെ റൂട്ട് എന്താ? 5 ആണ്. 5 അകത്ത് തന്നെ കിടക്കും ഒരു 5. അപ്പോൾ 5√5 സെന്റിമീറ്റർ. നോക്കിയടാ, 3 പാർട്ടും കഴിഞ്ഞു. സിമ്പിളാണ്. ഇത് റേഷ്യോ മെത്തേഡ് വെച്ച് AM BM കണ്ടുപിടിച്ചു. AM BM BCയിൽ നിന്ന് കുറച്ചപ്പോൾ MC കിട്ടി. അവിടെ നിന്ന് AM ഉം MC ഉപയോഗിച്ച് ACയും കണ്ടുപിടിച്ചു. 3ഉം കണ്ടുപിടിച്ചു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു പാരലോഗ്രാം ഉണ്ട്. പാരലോഗ്രാമിന്റെ 2 സൈഡ്സ് തന്നിട്ടുണ്ട്, 10 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും. അവർക്കിടയിലുള്ള ആംഗിൾ തന്നിട്ടുണ്ട് 60 ഡിഗ്രി. എങ്കിൽ എന്താ ചോദിച്ചിരിക്കുന്നത് ചോദിച്ചാൽ വാട്ട് ഈസ് ദ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടോപ്പ് ആൻഡ് ബോട്ടം സൈഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ. ഡയറക്റ്റ് ഹൈറ്റ് ചോദിക്കുന്നതിന് പകരം ഉള്ള ഒരു സെന്റൻസ് ആണത്. അതായത് മുകളിലിരിക്കുന്ന വെർട്ടെക്സും താഴെ ഇരിക്കുന്ന ബോട്ടം സൈഡിലോട്ട് ഡിസ്റ്റൻസാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എന്താടാ? നമുക്ക് വേണ്ടത് ഈ ഒരു ദൂരം, അതായത് നമ്മുടെ ഹൈറ്റ് തന്നെയാണ് വേണ്ടത്. ഓക്കെ, ഹൈറ്റ് ഓഫ് ദ പാരലോഗ്രാമിനെയാണ് അവർ ഇങ്ങനെ ഒരു സംഭവം വെച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടോപ്പ് ആൻഡ് ബോട്ടം സൈഡ് ഓഫ് ദി പാരലലോഗ്രാം. അവിടെ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഞാൻ ആ ട്രയാങ്കിൾ ഒന്ന് മാറ്റി വരയ്ക്കാം. നോക്കിയാൽ ഇത് 90 ഡിഗ്രിയാണ്. ഇവിടെ H എന്ന് എടുക്കാം. ഇത് 60 ഡിഗ്രിയാണ്.
ഓക്കെ, ഈ ദൂരം 6 എന്നറിയാം. സ്വാഭാവികമായിട്ടും ഈ ആംഗിൾ എന്ത് വരും ഇവിടെ? 30 ഡിഗ്രി എന്ന് വരും. 90 വരും, പിന്നെ ഒരു 60 ഉണ്ട്, പിന്നെ ഒരു 30 ഉണ്ട്. നമുക്ക് റേഷ്യോ അറിയാം അല്ലേ? എന്താ റേഷ്യോ? കഴിഞ്ഞ പ്രാവശ്യം 45 45 90 പറഞ്ഞതുപോലെ ഇവിടെ ഏതാണ് റേഷ്യോ? 30 60 90. ഏതാ റേഷ്യോ? 1:√3:2. ഓക്കെ, 1:√3:2. ഇതിൽ ശ്രദ്ധിച്ചേടാ, ഏതാ തന്നിട്ടുള്ളത്? 90ക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് തന്നിട്ടുണ്ട് 6. 2 യൂണിറ്റ് എന്ന് പറയുന്നത് 6 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 2 യൂണിറ്റ് 6 ആവാൻ എന്തുകൊണ്ടായിരിക്കും ഗുണിച്ചിരിക്കുക? അവിടെ 3ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ് സംഭവിച്ചിട്ടുള്ളത് അല്ലേ? 2 × 3 ചെയ്തപ്പോഴാണ് അവിടെ 6 ആയത്. അപ്പോൾ എല്ലാ റേഷ്യോസും യൂണിഫോം ആയിട്ട് മാറിക്കൊണ്ടിരിക്കണം അല്ലേ? 3 കൊണ്ട് ഗുണിച്ചാൽ ഇവിടെ 3 കൊണ്ട് ഗുണിക്കുക, ഇവിടെ 3 കൊണ്ട് ഗുണിക്കുക. ഇവിടെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ ആക്ച്വൽ വാല്യൂ 3√3 ആവും. ഇവിടെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ ആക്ച്വൽ വാല്യൂ 3 ആവും. അപ്പോൾ റേഷ്യോ എഴുതുക, അതിലേതെങ്കിലും ഒരെണ്ണം തന്നിരിക്കും. അപ്പോൾ 2 എന്ന് പറയുന്നത് 6ന് തുല്യമായാൽ അത് എന്തുകൊണ്ട് ഗുണിച്ചിരിക്കും? 3 കൊണ്ട് ഗുണിച്ചിരിക്കും. അപ്പോൾ എല്ലാ റേഷ്യോസിനെയും നമ്മൾ 3 കൊണ്ട് ഗുണിക്കും. അപ്പോൾ ആക്ച്വൽ വാല്യൂസ് 3√3 3. ഇത് നമ്മളൊന്ന് മാർക്ക് ചെയ്യുക, അതാണ് നമ്മൾ ജോലി. ചോദിച്ചത് വാട്ട് ഈസ് ദ ഹൈറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് ആൻഡ് ബോട്ടം സൈഡ് ഓഫ് ദി പാരലോഗ്രാമ ചോദിച്ചു. അതായത് H കണ്ടുപിടിക്കുക. ഈ H എന്ന് പറയുന്നത് ആർക്ക് ഓപ്പോസിറ്റ് ആണ്. H എന്ന് പറയുന്നത് 60ക്ക് ഓപ്പോസിറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് 60ക്ക് ഓപ്പോസിറ്റ് ഉള്ള ലെന്ത് എത്ര? 3√3 സെന്റിമീറ്റർ. കിട്ടി, എ പാർട്ട് ക്വസ്റ്റ്യൻ കിട്ടി. അവിടെ തീർന്നു എ പാർട്ട് ക്വസ്റ്റ്യൻ. ഓക്കെ, എ പാർട്ട് ക്വസ്റ്റ്യനായി. ഇനി എന്താ ചോദിച്ചത്? കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദി പാരലോഗ്രാം. സിമ്പിൾ ആണ്. ഏരിയ ഓഫ് ദ പാരലോഗ്രാം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തടാ? ഏരിയയുടെ ഫോർമുല അറിഞ്ഞാൽ മതി. ഏരിയയുടെ ഫോർമുല എന്താ? ഏരിയ ഓഫ് ദ പാരലോഗ്രാം എന്താ ഏരിയയുടെ ഫോർമുല? ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ചിലപ്പോൾ അതായത് ഈ ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ് നമുക്കിവിടെ 3 കിട്ടും. ഈ 3 അല്ല ബേസ്. പാരലോഗ്രാമിൻ്റെ ബേസ് എന്ന് പറയുമ്പോൾ മുഴുവൻ എത്ര? 10 ബേസ് ആയിട്ട് എടുക്കുക. ഹൈറ്റ് താണ്ട ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് കിട്ടി എത്ര? 3√3. ഇത് രണ്ടും കൂടെ ഗുണിച്ചാൽ പോലെയുടെ ആൻസർ എന്ത് കിട്ടും? 30√3 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. കഴിഞ്ഞു, സിമ്പിളാണ്. റേഷ്യോ മെത്തേഡ് വയ്ക്കുന്നു, ഹൈറ്റ് കണ്ടുപിടിക്കുന്നു. ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ബേസ് ഇൻറ്റു ഹൈറ്റ് ചെയ്യുമ്പോൾ ഏരിയ കിട്ടി. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ഏതാടാ? ഒരു ലാഡറിൻ്റെ ക്വസ്റ്റ്യനാണ്. 2 രീതിയിൽ ലാഡർ ലീൻ ചെയ്ത് വയ്ക്കുകയാണ്. ആദ്യം 60 ഡിഗ്രി ഇൻക്ലിനേഷനിൽ ചരിച്ച് വെച്ചു. പിന്നീട് കുറച്ച് കഴിഞ്ഞ് എന്ത് ചെയ്തു? കുറച്ച് നീക്കി 30 ഡിഗ്രി ഇൻക്ലിനേഷനിൽ വെച്ചു. എന്നാൽ ദൂരം ഒന്ന് കൂട്ടി വെച്ചു. അപ്പോൾ ആംഗിൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കുറഞ്ഞുകൊണ്ടിരിക്കും. ആദ്യം 60 ഡിഗ്രിയിൽ പ്ലേസ് ചെയ്തു, പിന്നെ 30 ഡിഗ്രിയിൽ. ഞാനൊന്ന് കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി 2 ഫിഗേഴ്സും ഒന്ന് സെപ്പറേറ്റ് വരച്ച് കാണിച്ചു തരാം. ആദ്യം ചെയ്തത് 60 ഡിഗ്രി ഇൻക്ലിനേഷനിലാണ് എന്ത് ചെയ്തത്? ലാഡർ വെച്ചത്. അടുത്ത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ലാഡറിൻ്റെ നീളത്തിനൊന്നും വ്യത്യാസം വരില്ല, പക്ഷേ ഇൻക്ലിനേഷനും മാറും, ഈ ഡിസ്റ്റൻസും മാറും, ഈ ഹൈറ്റും മാറും അല്ലേ? ഇവിടെ ഞാൻ കൊടുക്കുന്ന പേര് കൊടുക്കുന്നത് ABC ആണ്. ഇവിടെ ഞാൻ കൊടുക്കുന്നത് ഒരു PQR എന്ന് വിചാരിക്കുക. രണ്ടിടത്തും AC എന്ന് പറയുന്ന നീളവും PR എന്ന് പറയുന്ന നീളവും സെയിം ആയിരിക്കും. എന്തുകൊണ്ടായിരിക്കും ഇവിടെ? രണ്ടിടത്തും ഉപയോഗിച്ചത് ഒരു ലാഡറാണ്. അപ്പോൾ ഈ ലീൻ ചെയ്തിരിക്കുന്ന ഈ 2 സാധനവും സെയിം ആയിരിക്കും. ആര് മാത്രമേ മാറുകൂടാ? ഈ ഡിസ്റ്റൻസും ഈ ഹൈറ്റും മാറും. അതുപോലെ ഈ ഡിസ്റ്റൻസും ഈ ഹൈറ്റും വ്യത്യാസമായിരിക്കും. അപ്പോൾ തന്നിരിക്കുന്ന ആദ്യത്തെ പോർഷനിൽ ഇത് 3 തന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഈ ലാഡറിൻ്റെ നീളം കണ്ടുപിടിക്കുക. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയടാ, നമുക്കിവിടെ 60 ഡിഗ്രി ഉണ്ട്. ഓക്കെ, ഒന്നുകിൽ റേഷ്യോ മെത്തേഡ് യൂസ് ചെയ്യാം. എന്താ റേഷ്യോ മെത്തേഡിൽ തന്നെ ഇവിടെ 90 ആയിരിക്കും, ഇവിടെ എന്തായിരിക്കും? ഇവിടെ 30 ആയിരിക്കും. മതി, റേഷ്യോ മെത്തേഡ് ഉപയോഗിക്കാം. പറഞ്ഞാടാ, റേഷ്യോ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ 30 60 90. അതിൽ 30ക്ക് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ 3 അതായത് 1. നമുക്ക് റേഷ്യോ അറിയാം. എന്താ റേഷ്യോ? ഇവിടെ എന്ത് വരും? 1:√3:2. അതിൽ 30ക്ക് ഓപ്പോസിറ്റ് 3 യൂണിറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, 3 യൂണിറ്റ് തന്നിട്ടുണ്ട്. എങ്കിൽ അവിടെ എന്താ സംഭവിച്ചേടാ? എല്ലാവരെയും 3 കൊണ്ട് ഗുണിച്ചു. എങ്കിൽ 90ക്ക് ഓപ്പോസിറ്റുള്ള ഈ സൈഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അതിനെയും 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എത്ര കിട്ടും നമുക്ക് ആൻസർ? 6 എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടും. എന്ത് കിട്ടും? 6 എന്ന് പറയുന്ന വാല്യൂ. അപ്പം നമുക്കവിടെ 30 60 90 ആണ് റേഷ്യോ. അതിൽ റേഷ്യോ അറിയാം 1:√3:2. അതിൽ 1ന് ഓപ്പോസിറ്റ്, അതായത് 30ക്ക് ഓപ്പോസിറ്റ് ഉള്ള ലെന്ത് നമുക്കറിയാം 3 യൂണിറ്റ്. അപ്പോൾ ഒരു റേഷ്യോ എന്താ? 1 3 ആവണമെങ്കിൽ അവിടെ എന്തുകൊണ്ട് ഗുണിച്ചായിരിക്കണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം. അപ്പോൾ എല്ലാവരെയും 3 കൊണ്ട് ഗുണിക്കും. അപ്പോൾ നമുക്ക് വേണ്ട ആൾ ആരാണ്? ലെന്ത് ഓഫ് ദ ലാഡർ. അത് 3 കൊണ്ട് ഗുണിക്കുമ്പോൾ ആൻസർ എന്ത് കിട്ടൂടാ? 6 എന്ന് കിട്ടും. അപ്പോൾ അവിടുത്തെ ജോലി കഴിഞ്ഞു. ലാഡറിൻ്റെ ലെന്ത് കണ്ടുപിടിച്ചു 6. ഈ ലെന്ത് തന്നെ ആയിരിക്കും ഇവിടെ ചരിച്ച് വെച്ച ലാഡറിൻ്റെ നീളം. കാരണം ലാഡർ മാറുന്നില്ല, സെയിം ലാഡറാണ്. അപ്പോൾ ഇവിടുത്തെ AC യുടെ നീളം തന്നെയായിരിക്കും എന്താണ്? ഇവിടുത്തെ PR നീളം.
അപ്പം ഫസ്റ്റ് ഫിഗറിൽ നിന്ന് നമ്മൾ ലാഡറിൻ്റെ നീളം കണ്ടുപിടിച്ചു, അതുപയോഗിച്ച് രണ്ടാമത്തെ ഫിഗറിലെ ലാഡറിന് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ചിരിക്കുക. ഇനി ചെയ്യേണ്ടത് ഒന്നുമില്ല, ആ ലാഡറിൻ്റെ നീളം ഉപയോഗിച്ച് അവർ പറഞ്ഞ രണ്ട് ആൾക്കാരെ കണ്ടുപിടിക്കുക. ആരൊക്കെയാ? ഫുട്ട് ഓഫ് ദ ലാഡർ ഈസ് പുട്ട് ബാക്ക് 30 ഡിഗ്രി വിത്ത് ദ ഫ്ലോർ. ഹൗ ഹൈ വിൽ ബി ഇറ്റ്സ് ടോപ്പ് ഫ്രം ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ നിന്ന് ആ ലാഡറിൻ്റെ ഉയരം കണ്ടുപിടിക്കുക. ചാരി വെച്ചിരിക്കുന്ന, അതായത് വോളിൽ ചാരി വെച്ചിരിക്കുന്ന ആ ലാഡറിൻ്റെ ഈ ഉയരം കണ്ടുപിടിക്കുക. അതായത് PQ എന്ന് പറയുന്ന നീളം, ഈ നീളം കണ്ടുപിടിക്കുക. ഇവിടെയും സെയിം സാധനം, എന്താ റേഷ്യോ മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്യാം. നോക്കിയടാ, ഇത് 90 ഡിഗ്രി, ഇത് 30 ഡിഗ്രി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എന്തായിരിക്കും ഇവിടെ 60 ഡിഗ്രി. പറഞ്ഞേടാ, അവിടെ 30, 60, 90. റേഷ്യോ നമ്മൾ നേരത്തെ എഴുതി 1:√3:2. ഓക്കെ, 1:√3:2. ഇതിൽ 90ക്ക് ഓപ്പോസിറ്റ് 6 എന്ന് അറിയാം. അതിൻ്റെ അർത്ഥം എന്താ? അവിടെ എന്ത് ഗുണിച്ചു? 3 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ എല്ലായിടത്തും നമ്മൾ 3 കൊണ്ട് ഗുണിക്കുക. അവിടെ അപ്പോൾ എല്ലാ ആൻസേഴ്സ് എന്ത് കിട്ടും? ഇവിടെ 3√3 കിട്ടും, 3 കിട്ടും. ചോദിച്ചത് വാട്ട് ഈസ് ദ ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട് എന്ന്. അതായത് ചോദിച്ചത് ഏതാടാ? PQ ആണ് ചോദിച്ചത്. PQ എന്ന് പറയുന്നത് ആർക്ക് ഓപ്പോസിറ്റ് ആടാ? 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ്. അതായത് എത്ര നീളം വരൂടാ? 3 മീറ്റർ ആയിരിക്കും നീളം വരുന്നത്. 3 മീറ്റർ ഈസ് ദ ആൻസർ. ദെയർഫോർ PQ ഈസ് ഈക്വൽ ടു 3 മീറ്റർ എന്ന് വരും. PQ ഈസ് ഈക്വൽ ടു 3 മീറ്റർ എന്ന് വരും. ഓക്കെ, ഇത്രയേ ഉള്ളൂ സാധനം. അപ്പോൾ ഫസ്റ്റ് 60 ഡിഗ്രി ഇൻക്ലിനേഷൻ വെച്ച് ലാഡറിൻ്റെ നീളം കണ്ടുപിടിച്ചു. ആ നീളം ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു ഇൻക്ലിനേഷനുള്ള ലാഡറിൻ്റെ ഉയരം കണ്ടുപിടിച്ചു. ഓക്കെ, നീളവും ഉയരവും മാറിപ്പോരുത്. ഈ ഉയരം എന്ന് പറഞ്ഞാൽ വോളിൽ ചരിച്ചു വയ്ക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഉയരം. ഇത് ലെന്ത് ഓഫ് ദ ലാഡർ, തിരിഞ്ഞു പോരും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കേടാ, ഇതിലൊരു ട്രിഗണോമെട്രിയിൽ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. നമ്മൾ സർക്കിൾസ് ചെയ്തപ്പോൾ അതൊന്ന് പറഞ്ഞു പോയതാണ്, ഒന്നുകൂടെ പറയാം. നോക്കിയടാ, BC എന്ന് പറയുന്ന കോഡ് 10 സെൻറ്റിമീറ്റർ നീളത്തിലിരിക്കുന്നു. അത് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ തന്നിട്ടുണ്ട് 60 ഡിഗ്രി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്ന് ആലോചിച്ച് നോക്കിയടാ, നമ്മൾ അന്ന് പറഞ്ഞ അതേ ഫോർമുലയിലൂടെ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. റേഡിയസ് കണ്ടുപിടിക്കണമെങ്കിൽ കോഡിൻ്റെ ലെന്തും റേഡിയസും തമ്മിലൊരു റിലേഷൻ പഠിച്ചിട്ടുണ്ട്. അതായത് A is equal to 2R sin X. റേഡിയസ് ഈസ് കോഡ് ലെന്ത് ഈസ് ഈക്വൽ ടു 2R sin X. A എന്ന് പറഞ്ഞാൽ കോഡിൻ്റെ നീളം, R എന്ന് പറഞ്ഞാൽ റേഡിയസ്, X എന്ന് പറഞ്ഞാൽ ആ കോഡ് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എക്ക് പകരം കൊടുക്കാൻ BC ആണ്. അത് എത്രയടാ? 10 തന്നിട്ടുണ്ട്. 2 × R കൊടുക്കാനായിട്ട് ഒന്നുമില്ല, അതുകൊണ്ട് 2 × R എന്ന് തന്നെ കൊടുക്കാൻ പറ്റും. ഇൻറ്റു സൈൻ എന്ത് കൊടുക്കൂടാ? സൈൻ 60 എന്ന് കൊടുക്കും. കാരണം സൈൻ 60 ആണ് അവിടെ ആംഗിൾ ഉണ്ടാക്കുന്നത്. സോ സൈൻ 60 തന്നെ കൊടുക്കുക. ഇനി പറഞ്ഞേ 10 ഈസ് ഈക്വൽ ടു 2R ഇൻറ്റു സൈൻ 60യുടെ വാല്യൂ എത്രയടാ? √3/2. 2 ക്യാൻസൽ ചെയ്തു പോവും. ബാക്കി റേഡിയസ് കണ്ടുപിടിക്കാൻ ഈ √3 ആരെ താഴെ പോടാ? 10ൻ്റെ താഴെ പോകും. അപ്പോൾ എങ്ങനെ എഴുതും? 10/√3. ഇനി എന്ത് ചെയ്താൽ മതി? ഇതിന് വേണമെങ്കിൽ മുകളിലും താഴെ നമുക്ക് റൂട്ട് ചെയ്ത് റേഷണലൈസ് ദ ഡിനോമിനേറ്റർ ചെയ്യാം. അപ്പോൾ എന്തൊരു ആൻസർ? 10√3/3 സെൻറ്റിമീറ്റർ ഈസ് ദ ആൻസർ. √3യുടെ വാല്യൂ കൊടുക്കാൻ പറയില്ല, പറഞ്ഞാൽ മാത്രം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ റിലേഷൻ കാണാതെ പഠിച്ച് വെച്ചിരുന്ന ഇതുപോലത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് നോക്കിയടാ. ഇവിടെ 24/k ആണ് കേട്ടോ, 24/k. ഓക്കെ, ഫിഗർ ഒന്ന് അനലൈസ് ചെയ്യുക. ഹൈപ്പോട്നോസ് എന്ന് പറഞ്ഞാൽ 25 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 25 സെൻറ്റിമീറ്റർ നീളമാണ്. ബേസ് എന്ന് പറഞ്ഞാൽ 7 സെൻറ്റിമീറ്റർ ആണ്. ഹൈറ്റ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 24 സെൻറ്റിമീറ്റർ. അപ്പോൾ ഞാൻ ഇവിടെ തന്നിട്ടുള്ളത് സൈൻ A തന്നിട്ടുണ്ട്. എത്രയാടാ? 24/k എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത് സൈൻ ഓഫ് ആൻ ആംഗിൾ, അതായത് അക്യൂട്ട് ആംഗിൾ ആയിരിക്കും. കാരണം ഒരു 90 ഡിഗ്രി 2 അക്യൂട്ട് ആംഗിളും കാണും. സൈൻ ഓഫ് ആൻ അക്യൂട്ട് ആംഗിൾ എഴുതുമ്പോൾ നമുക്ക് ആദ്യം അക്യൂട്ട് ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, സൈൻ്റെ ഫോർമുല എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്നൂസ് ആണ്. അപ്പോൾ ആ അക്യൂട്ട് ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡും ആരെന്ന് ഫിഗറിൽ നിന്ന് മനസ്സിലാക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിടാ. A എന്ന് പറയുന്ന ആംഗിൾ ഇതായിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും A എന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ BC ആണ്. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? A എന്ന് പറയുന്ന അക്യൂട്ട് ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? BC ആണ്. അതുപോലെ A എന്ന് പറയുന്ന അക്യൂട്ട് ആംഗിളിൻ്റെ ഹൈപ്പോട്നൂസ് എല്ലാവർക്കും കോമൺ ആയിരിക്കും. ആരാ ഹൈപ്പോട്നൂസ്? AC ആണ്. അപ്പോൾ അത് മാർക്ക് ചെയ്യുക, BC/AC. അപ്പോൾ സൈൻ A എഴുതുന്നു, തന്നിരിക്കുന്ന വാല്യൂ 24/k എന്ന് കൊടുക്കുന്നു. ഇനി സൈൻ A എങ്ങനെ എഴുതും? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്നൂസ്. എയുടെ ഓപ്പോസിറ്റ് സൈഡ് BC ആണ്, ഹൈപ്പോട്നൂസ് നമുക്ക് AC എന്ന് അറിയാം. ഇനി നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
24/k is equal to BC. അതായത് 24 എന്ത് കിട്ടൂടാ, എ സിക്ക് 25. ഇനി ഒന്ന് റിലേറ്റ് ചെയ്താൽ മാത്രം മതി. ഇവിടെ നമുക്ക് 24 ഓക്കെയാണ്. കെയുടെ സ്ഥാനത്ത് എന്ത് വന്നുകൂടാ, 25 വന്നു. ഇനി ക്രോസ് ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട, ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ കാര്യം മനസ്സിലാവും. കെയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തിന് തുല്യമാടാ, 25ന് തുല്യം. അപ്പോൾ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കെ എന്ന് പറഞ്ഞാൽ കെ ഈസ് ഈക്വൽ ടു 25 എന്ന് നമുക്ക് അവിടെ ഡയറക്റ്റ് അങ്ങ് എഴുതാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ഒന്ന് കമ്പയർ ചെയ്യുക, ആ ആംഗിൾസ് ഒന്ന് നോക്കുക, ഓപ്പോസിറ്റ് സൈഡ്സും ഹൈപ്പോട്ടനസും ഐഡന്റിഫൈ ചെയ്യുക, ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ കിട്ടി. അടുത്ത് നോക്കാം ബി പാർട്ട് ക്വസ്റ്റ്യൻ. ഇത് എ പാർട്ട് ക്വസ്റ്റ്യൻ കേട്ടോ. ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഫൈൻഡ് കോസ് സി. പെട്ടെന്ന് അങ്ങ് എന്താ, രണ്ട് അക്യൂട്ട് ആംഗിൾ ഉണ്ട്, അതിൽ രണ്ടാമത്തവൻ സിയെ പറ്റിയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, കോസ് സി കണ്ടുപിടിക്കണം. കോസ് സി കണ്ടുപിടിക്കുമ്പോൾ കോസിൻ്റെ ഫോർമുല അറിയണം. എന്താ കോസിൻ്റെ ഫോർമുല, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. നേരത്തെ എന്താ പറഞ്ഞത്, ഓപ്പോസിറ്റ് സൈഡ് ആർക്കാ, സൈനിന്, കോസിന് ഇപ്പോൾ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ ആലോചിച്ച് നോക്കിയടാ, സി എടുക്കുമ്പോൾ എ പറ്റി ഇനി ചിന്തിക്കരുത്, സി എ നോക്കുക. സിക്ക് അഡ്ജസൻറ്റ് സൈഡ് ആരും നോക്കുക. സി എന്ന് പറയുന്ന അക്യൂട്ട് ആംഗിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് ആര്, ബി സി. അപ്പം കോസ് ഈക്വൽ ടു ബി സി ബൈ ഹൈപ്പോട്ടനസ്. എല്ലാവർക്കും കോമൺ ആരാടാ, എ സി. ദെയർഫോർ ദ ആൻസർ ഈസ് 24/25. തീർന്നു, കോസ് സി തീർന്നു. അതുപോലെ സൈൻ സി എന്ന് പറയുമ്പോൾ സി എന്ന് പറയുന്ന ആംഗിളിൻ്റെ എന്ത് ആംഗിൾ എടുക്കണം, എന്ത് സൈഡ് എടുക്കണം, ഓപ്പോസിറ്റ് സൈഡ് എടുക്കണം. നേരത്തെ അഡ്ജസ്റ്റൻ്റ് എടുത്തു, അപ്പോൾ സൈൻ എടുക്കുമ്പോൾ ഓപ്പോസിറ്റ്. സിയുടെ ഓപ്പോസിറ്റ് ആരാണ്, സിയുടെ ഓപ്പോസിറ്റ് സൈഡ് എ ബി ബൈ ഹൈപ്പോട്ടനസ് ആര്, എ സി. എത്ര കിട്ടും, 7/25. സിമ്പിൾ ക്വസ്റ്റ്യനാണ്, 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഒന്നുമില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ അല്ലേ, സിമ്പിൾ അല്ലേ. ബാക്കി വീഡിയോസ് നമുക്ക് അടുത്ത പാർട്ടി കാണാം.